നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഒരു അറിയിപ്പാണ് കേട്ടോ പറയാനായിട്ടുള്ളത്. ഈ വരുന്ന ഫെബ്രുവരി 26, 27 തീയതികളിൽ, അതായത് നാളെയും മറ്റന്നാളും ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശന നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതാണ്. കാരണം നാളെയും മറ്റന്നാളും ആയിട്ടാണ് തത്വകലശവും ബ്രഹ്മകലശ ചടങ്ങുകളൊക്കെ നടക്കുന്നത് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ദർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നാളെ പുലർച്ചെ 4 മുതൽ ഉച്ചയ്ക്ക്, അതായത് പകൽ 11:30 വരെയുള്ള സമയത്താണ് ദർശന നിയന്ത്രണം ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ സമയത്ത് ഭക്തജനങ്ങൾക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ. അപ്പോൾ തൊഴുന്നവരെ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് തൊഴാം. അല്ലെങ്കിൽ ഇപ്പോൾ ക്യൂ സംവിധാനത്തിൽ വരുന്നവരാണെങ്കിൽ ബൈപ്പാസ് സംവിധാനമായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് വാതിൽമാടത്തിൻ്റെ അവിടെ വന്നിട്ട് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാതെ ബൈപ്പാസ് ആയിട്ട് തിരിഞ്ഞ് തൊഴുതു പോകുക. അപ്പം അങ്ങനെയുള്ള സംവിധാനമായിരിക്കും 26-നും 27-നും ഉണ്ടായിരിക്കുക, പുലർച്ചെ 4 മുതൽ പകൽ 11:30 വരെയുള്ള സമയത്ത്. അപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഗുരുവായൂരപ്പനെ കാണണമെന്ന് ആഗ്രഹിച്ച് വരുന്നവർ ഈ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ചിട്ട് വരേണ്ടതാണ് കേട്ടോ. അതേപോലെ തന്നെ വേറൊരു നിയന്ത്രണം ഉള്ളത് ഫെബ്രുവരി 28-ാം തീയതി ശനിയാഴ്ചയാണ്. അന്ന് ആനയോട്ടവും കൊടിയേറ്റവും ഒക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. അന്നും ദർശന നിയന്ത്രണം ഉണ്ട് കേട്ടോ. അത് കൊടിയേറ്റത്തിൻ്റെ ഭാഗമായിട്ട് വൈകിട്ട്, അതായത് ദീപാരാധനയ്ക്ക് ശേഷം നാലമ്പലത്തിനകത്തേക്ക് ഇതേപോലെ ഭക്തജനങ്ങളെ പ്രവേശിപ്പിക്കില്ല. അപ്പം അന്നൊക്കെ വരുന്നവരിപ്പോൾ ആനയോട്ടം കാണാം, കൊടിയേറ്റവും കാണാം, പിന്നെ ഭഗവാനെയും തൊഴാം എന്ന് വിചാരിച്ചായിട്ടായിരിക്കും വരിക. അപ്പോൾ ഈ വൈകിട്ട് ദർശനം നടത്തണം എന്ന് വിചാരിച്ച് വരുന്നവർക്ക് ഈ ഒരു കാര്യം ഒരു അറിയിപ്പായിട്ട് എടുക്കുക കേട്ടോ. ദീപാരാധനയ്ക്ക് ശേഷം ഇതേപോലെ നാലമ്പലത്തിനകത്തേക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല, പക്ഷെ പുറത്തുനിന്ന് തൊഴാം. അപ്പോൾ അങ്ങനെ ഈ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ചിട്ട് വരിക. അത് ഏതൊക്കെ തീയതികളിലാണ്? ഫെബ്രുവരി 26, 27, പിന്നെ 28 തീയതികളിലായിട്ട് ഞാൻ മേൽപ്പറഞ്ഞ സമയമുണ്ടല്ലോ, ആ ഒരു സമയത്തായിരിക്കും ഈ ഒരു ദർശന നിയന്ത്രണം ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ദിവസങ്ങളിൽ വരുന്നവരെ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വരിക. ഇതൊരു അറിയിപ്പായിട്ട് എല്ലാ ഭക്തജനങ്ങളും എടുക്കുക.